ഹലോ ഗൈസ്, യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ? അപ്പം അത് വരാതിരിക്കാൻ കുഞ്ഞു കുഞ്ഞു ടിപ്സ് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ. യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡോക്ടറെ ചെന്ന് കാണാം. ഇത് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാരണം നമ്മൾ ഇല്ലാതാക്കിയാലേ ഇത് ഇടയ്ക്കിടയ്ക്ക് വരാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് വരാതിരിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ അമിതമായ എണ്ണ പലഹാരങ്ങൾ, എരിവ്, മസാല ഐറ്റംസ്, കഫീൻ അടങ്ങിയ വസ്തുക്കൾ, അതായത് കൊക്കക്കോള അങ്ങനെ കുറേ ഉള്ള കഫീൻ അടങ്ങിയ വസ്തുക്കൾ, പിന്നെ അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് എരിവ്, എണ്ണ, മസാല ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് തൈര്, മോര് എന്നിവ മാക്സിമം ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മോരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നന്നായി കുടിക്കുക. സ്ട്രെസ്, ടെൻഷൻ, ഉറക്കമില്ലായ്മ, കൃത്യമായ വ്യായാമമില്ലായ്മ, ഇതുകൊണ്ടും യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വാഷ് ചെയ്യുമ്പോൾ വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റും. എന്നിട്ടും ക്യൂർ ആവുന്നില്ല എങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് അത് വരാനുള്ള കാരണം എന്താണോ അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നന്നായി വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. മിനിമം 3 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ ഒരു ദിവസം കുടിച്ചിട്ടുണ്ടാവണം. മിനിമം 3 ലിറ്റർ അല്ലാട്ടാ പറയുന്നത്, പക്ഷേ മിനിമം അത്രയെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിൽ കൊടുത്തിട്ടുണ്ടാവണം. അത്രയെങ്കിലും വെള്ളം കുടിക്കണം. നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.